ഹായ്, ഞാൻ shinidhaneesh. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഹെൽത്തി സലാഡുമായിട്ടാണ്. അതായത് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സലാഡാണ്. വളരെ ഈസിയാണ് നമുക്കിത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഒരു അരിപ്പയിൽ എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെറുപയർ മുളപ്പിക്കാൻ നോക്കാം. ഞാനൊരു 1.5 ദിവസമാണ് ചെറുപയർ മുളപ്പിക്കാൻ എടുത്തത്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചെറുപയർ എടുക്കാം. അത് നന്നായി കഴുകി അതിൽ കല്ലൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം നമുക്കൊരു ബൗളിലിട്ടിട്ട് സഫീഷ്യൻ്റായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു രാത്രി കുതിർക്കാൻ വയ്ക്കാം. പിറ്റേ ദിവസം നമുക്ക് രാവിലെ എടുത്ത് നോക്കുമ്പോൾ നോർമൽ ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കതിൽ വെള്ളം ഒഴിച്ച് കളയണം. വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് നമുക്കൊരു അരിപ്പയിൽ അതിൽ ഇട്ട് വയ്ക്കാം. ഇപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഓൾറെഡി ഉണ്ട്. അപ്പം നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊരു 12 മണിയാകുമ്പോൾ എടുത്ത് നോക്കിയതിന് ശേഷം നമുക്കൊരു ഇത്തിരി വെള്ളം തെളിച്ച് കൊടുക്കുക. അതിന് ശേഷം അതങ്ങനെ മൂടി അവിടെ വയ്ക്കുക. വീണ്ടും നമുക്കൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ചെറിയതായിട്ട് ഇതിങ്ങനെ ഒരു വിള്ളൽ വന്ന് ചെറിയൊരു മുള വരുന്ന പോലെ തോന്നിയിട്ടുണ്ടാവും നമുക്ക്. അതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്ന് വെള്ളം തെളിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് 10 മണിയാകുമ്പോൾ ഒന്നും കൂടി എടുത്ത് നോക്കിയതിന് ശേഷം നമുക്കൊന്നും കൂടി വെള്ളം തെളിച്ച് വയ്ക്കാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും നന്നായി മുള വന്നിട്ടുണ്ടാവും. ഇനി കുറച്ചും കൂടെ മുള വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി നേരം വേണമെങ്കിൽ വെക്കാം. ഇപ്പോൾ കണ്ട നമ്മൾ അരിപ്പേൻ്റെ താഴെയൊക്കെ നന്നായിട്ട് മുള വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ 1.5 ദിവസത്തിലെ അര ദിവസം ഒരു ആഫ്റ്റർനൂണായി 12 മണിയാകുമ്പോഴേക്കും കറക്റ്റായിട്ട് മുള പൊട്ടി. ഇനി നമുക്കത് എങ്ങനെയാണ് ഉപ്പേരി അതായത് സലാഡ് പോലെ ആക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു 2 പച്ചമുളക് അല്ലെങ്കിൽ 2-3 പച്ചമുളക്, ഒരു സവോള, കുറച്ച് ഒരു പിടി തേങ്ങ, ഇത്രയും കാര്യങ്ങളുണ്ടായാൽ നമുക്ക് നല്ല ഒരു സലാഡ് ഉണ്ടാക്കാം. നമുക്കൊരു ബൗളിൽ കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കാം അതിനെ. അപ്പോൾ ഒരു വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മുളപ്പിച്ച പയർ ഇട്ട് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ച ഒരു സവോളയാണ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊരു പകുതി സവോള നമുക്കിപ്പോൾ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വെള്ളം വറ്റി കിട്ടണം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയം നമ്മളെ തേങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഒരു അരമുറി സവോള ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് കടിക്കാൻ കിട്ടണം, അതാണ് അതിൻ്റെ പരുവം. അപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് സോട്ടായതിൻ്റെ ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഇത്തിരി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് കാഴ്ചയ്ക്കും നല്ലതാണ്, നമ്മളെ ഹെൽത്ത് വൈസും നല്ലതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കാം. ഈ സമയം പുളി വേണ്ടവർക്ക് ഇത്തിരി ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല, വേണമെന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി അതും കൂടെ ഇട്ട് നമുക്കൊന്ന് അലങ്കരിക്കുകയും ചെയ്യാം. നല്ലതുമാണ്, ടേസ്റ്റുമാണ് ഈ സലാഡിന്. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗർ പേഷ്യൻസിനും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സലാഡാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം.
അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.